A warm good morning, my dears. Very good morning to my dears. How are you? Are you happy? Are you fine? Yes, everyone is fine, I hope. And you were expecting me to come and take class, right? എല്ലാവരും മിസ്സിനെ എക്സ്പെക്റ്റ് ചെയ്യുമായിരുന്നോ? വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നോ? എന്താ വരാത്തേന്ന് നോക്കുമായിരുന്നോ? ഓക്കെ. സോ ഹാഡ് യു ബ്രേക്ക്ഫാസ്റ്റ്? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എല്ലാവരും? മിർസ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? അസ്ലഹ കഴിച്ചോ? അസ്ലഹ എന്താ കഴിച്ചത്? ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു അസ്ലഹിൻ്റെ? അഹ്സാൻ കഴിച്ചോ? റാബിയയോ? അപ്പോൾ എല്ലാവരും കഴിച്ചിട്ടൊക്കെ ഇരിക്കുവാണല്ലേ? ബാക്കിയുള്ള മക്കളൊക്കെ കഴിച്ചോ? എല്ലാവരും കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? ക്ലാസ്സിന് വരാൻ വേണ്ടിയിട്ട്. എന്നാലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് നല്ല എനർജി ഉണ്ടാവുള്ളൂ, അതിനനുസരിച്ച് നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ആവത്തുള്ളൂ, അപ്പോഴേ നമുക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടല്ലേ വന്നേക്കുന്നത്? ഓക്കെ, നല്ല മക്കളാണല്ലേ? മിസ് ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നന്നായിട്ടത് അനുസരിക്കുന്നുണ്ട്. അതിൽ മിസ്സിന് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. നല്ല മക്കളാണ്. ഓക്കെ, അപ്പം നമ്മൾ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? വാട്ട് വെർ വി ടോക്കിംഗ് അബൌട്ട്? യെസ്, we were discussing about a poem named ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ന് പേരുള്ള ഒരു പോയമാണ് നമ്മൾ എന്ത് ചെയ്തത്? പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതിൽ കുറച്ച് ന്യൂ വേർഡ്സ് ഉണ്ടായിരുന്നു അല്ലേ? ന്യൂ വേർഡ്സ് ഒക്കെ മക്കൾ എഴുതി മിസ്സിനെ കാണിച്ചു. ക്രീപ്പിംഗ്, അവേക്ക്, ഗോൺ അവേ, അങ്ങനെയുള്ള 3 വേർഡ്സ് ഉണ്ടായിരുന്നു. അത് 3 എഴുതി കാണിച്ചു. പിന്നെന്താണ്? ടുഡേ ഈസ് എ ആക്ടിവിറ്റി ടൈം. നമ്മുടെ ആക്ടിവിറ്റി ടൈമാണിന്ന്. അതുകൊണ്ട് കുറച്ച് ആക്ടിവിറ്റീസേ ഉള്ളൂ നമ്മുടെ ഈ ഗുഡ് മോർണിംഗ് എന്നുള്ള പോയത്തിന്. എല്ലാം നല്ല ആക്ടിവിറ്റീസ് ആണ്, നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ ഇത് നമ്മുടെ ആക്ടിവിറ്റി ടൈമാണ്. റീഡിങ് ഈസ് ഫൺ. ഈസ് റീഡിങ് ഫൺ? റീഡിങ് ഫണ്ണാണോ? റീഡിങ് നല്ല സന്തോഷമുള്ള കാര്യമാണോ? തമാശയായിട്ട് നമുക്ക് നല്ല എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ റീഡിങ് എന്നുള്ളത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? റീഡിങ് ഈസ് ഫൺ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈസ് റീഡിങ് ഫൺ? നന്നായിട്ട് വായിക്കുന്ന കുട്ടികൾക്ക് എന്തായിരിക്കും? റീഡിങ് ഇസ് റിയലി എ ഫൺ. എല്ലാവർക്കും നല്ല ഫണ്ണായിരിക്കും, നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരിക്കും. പക്ഷെ ചിലർക്ക് എന്തായിരിക്കും? റീഡിങ് എന്ന് പറയുന്നത് അത്ര സുഖമുള്ളൊരു കാര്യം ആയിരിക്കത്തില്ല. പക്ഷേ ആസ് സ്റ്റുഡൻസ് വി ഹാവ് ടു റീഡ് ആൻഡ് റീഡ്. നമ്മൾ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? വായിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുമക്കളാണല്ലേ, വലുതായി വരുന്നതേ ഉള്ളൂ, പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ആർക്കെങ്കിലും വേണ്ടിയിട്ടെന്ന് വിചാരിച്ചാണെങ്കിലും വായിക്കണം. ഇപ്പോൾ മിസ്സ് പറഞ്ഞു, മിസ്സ് എല്ലാ ദിവസവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നാൽ പിന്നെ വായിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ടെങ്കിലും മിസ്സിന് വേണ്ടിയിട്ടെങ്കിലും എന്ത് ചെയ്യണം? എല്ലാ ദിവസവും വായിക്കണം. അങ്ങനെ വായിച്ച് വരുമ്പോൾ എന്ത് പറ്റുമെന്നറിയോ? ഇറ്റ് വിൽ ബിക്കം യുവർ ഹാബിറ്റ്. അതെന്തായി മാറും? നിങ്ങളുടെ ഹാബിറ്റായി മാറും. വാട്ട് ഈസ് ഹാബിറ്റ്? ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാബിറ്റ്, HABIT, ഹാബിറ്റ്. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ശീലങ്ങളാണല്ലേ? ശീലം. നമുക്ക് എന്തൊക്കെ ശീലങ്ങളുണ്ട്? വാട്ട് ഹാബിറ്റ്സ് വി ഹാവ്? വാട്ട് ഓൾ ഹാബിറ്റ്സ് വി ഹാവ്? നമുക്ക് ഏതൊക്കെ ഹാബിറ്റ്സാണ് ഉള്ളത്? പറഞ്ഞേ, ആരാ പറയാൻ പോകുന്നത്? റാബിയ പറഞ്ഞേ. റാബിയയുടെ ഒരു ഗുഡ് ഹാബിറ്റ് പറഞ്ഞേ. റാബിയ എന്താ പറയുന്നത്? റാബിയ എന്തോ പറയുന്നുണ്ടല്ലോ. റാബിയ പറയുന്നത് റാബിയയുടെ ഹാബിറ്റ് എന്താണ്? നേരത്തെ എഴുന്നേൽക്കുന്നതാണെന്നാണ് റാബിയ പറയുന്നത്. റാബിയ നേരത്തെ എഴുന്നേൽക്കുമോ? ഓക്കെ, നല്ല സ്വഭാവമാണല്ലേ നേരത്തെ എഴുന്നേൽക്കുന്നത്. നല്ലൊരു ഹാബിറ്റാണ്. ഇറ്റ്സ് എ ഗുഡ് ഹാബിറ്റ്. പിന്നെ സഫ്രാൻ ഒരു ഹാബിറ്റ് പറഞ്ഞേ, ഒരു ഗുഡ് ഹാബിറ്റ് പറഞ്ഞേ. യെസ്, സഫ്രാൻ എന്ത് ചെയ്തു? നല്ലൊരു ഹാബിറ്റ് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഓരോ ഹാബിറ്റ്സ് ഉണ്ടല്ലേ? അതുപോലെ മിസ് എന്താ പറഞ്ഞു വന്നത്? നമ്മൾ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും എന്നറിയോ? ഇറ്റ് വിൽ ബിക്കം എ ഹാബിറ്റ്. അത് നമ്മുടെ ശീലമായി മാറും. പിന്നെ നമുക്കത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ പല്ല് തേക്കുന്ന കാര്യം, ബ്രഷിങ് ആ ടീത്ത്, പല്ല് തേക്കുന്ന കാര്യം ഒന്ന് എടുത്ത് നോക്കിക്കേ. നിങ്ങൾ എന്ത് ചെയ്തു? ഇപ്പോൾ 1 വയസ്സൊക്കെ ആയപ്പോൾ നിങ്ങൾക്ക് പല്ല് മുളച്ചിട്ടുണ്ടാവും. ചിലർക്ക് 1.5 വയസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഫസ്റ്റത്തെ കുഞ്ഞി പല്ലുകൾ വന്നിട്ടുണ്ടാവും അല്ലേ? എന്ത് ക്യൂട്ടല്ലേ ആ പല്ലൊക്കെ ആയിട്ട് പിള്ളേർ ചിരിക്കുന്നത് കാണാൻ. നിങ്ങളുടെ ചെറുതിലെ ഫോട്ടോ ഒക്കെ മിസ് കുറച്ച് പേരുടെ കുഞ്ഞിലെ ഫോട്ടോ ഒക്കെ നിങ്ങളുടെ പാരൻസ് അയച്ചു തന്നപ്പോൾ ഉണ്ടല്ലോ, അതിലെല്ലാവരും ഇങ്ങനെ കുഞ്ഞി പല്ലൊക്കെ കാണിച്ച് ചിരിക്കുന്ന ഫോട്ടോസൊക്കെ ഉണ്ടായി. അതൊക്കെ എന്ത് ക്യൂട്ടാണ് കാണാനല്ലേ? ഇപ്പോൾ എൻ്റെ മക്കൾ നല്ല ക്യൂട്ടാണ്. അപ്പോൾ എന്നാലും നമ്മൾ കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞി പല്ലൊക്കെ ഇടിച്ചിരിക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയില്ലേ?
ആ ഇപ്പം എന്തിനാ മിസ് പല്ലിൻ്റെ കാര്യം പറഞ്ഞേ? ആ ഗുഡ് ഹാബിറ്റ്സ് അല്ലേ. നമ്മൾ ബ്രഷ് ചെയ്യുന്ന പല്ല് തേക്കുന്ന സമയമേ, അപ്പോൾ നമുക്ക് അങ്ങനെ 1.5 വയസ്സായപ്പോഴത്തെ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, നമ്മുടെ പാരൻസ് നമ്മളെ പല്ല് തേപ്പിക്കാൻ തുടങ്ങി അല്ലേ. നമ്മൾ ഓരോ ഫുഡൊക്കെ കഴിക്കുന്നത് കൊണ്ട് ബ്രഷ് ചെയ്യിപ്പിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മളിങ്ങനെ ആസ് വി ബിക്കം ഓൾഡർ, നമ്മളിങ്ങനെ വലുതായി വരും തോറും നമ്മൾ പിന്നെ ഉമ്മീനെ കൊണ്ടാണോ നമ്മൾ തേപ്പിക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യും, ബ്രഷ് തന്നെ മേടിച്ച് നമ്മൾ തന്നെ തേക്കും. ഇപ്പം എന്താ, അങ്ങനെ തേച്ച് അത് നമ്മുടെ ഹാബിറ്റായി മാറി ഇല്ലേ. ഒരു ദിവസം പല്ല് തേക്കാണ്ട് നമ്മൾ ഫുഡ് കഴിക്കുമോ? എണീറ്റ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താ, വി വിൽ ബ്രഷ് ആ ടീത്ത്, നമ്മുടെ പല്ല് തേക്കും. അതെങ്ങനെയാ നമ്മുടെ ഹാബിറ്റായത്? എങ്ങനെയാ ഹാബിറ്റായത് ഫാത്തിമ പറഞ്ഞേ? ശരിയാണല്ലേ, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്താണ് നമ്മുടെ അതൊരു ഹാബിറ്റായി മാറിയത്. അതേപോലെ തന്നെയാണ് റീഡിങ്ങും. റീഡിങ് ഇപ്പോൾ ആരുടെ ഹാബിറ്റ് അല്ലെന്ന് വിചാരിച്ചോ? എല്ലാവരും എന്തിനു വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ മിസ് പറയുമ്പോൾ അത് വായിക്കും, ഒന്നുകിൽ വോയിസ് അയച്ചു കൊടുക്കും, ഇല്ലെങ്കിൽ വീഡിയോ അയച്ചു കൊടുക്കും. അങ്ങനല്ല മിസ് പറയുന്നത്. മിസ് എങ്ങനെ പറയുന്നത്, എല്ലാവരും എന്ത് ചെയ്യണം, എല്ലാ ദിവസവും വായിച്ചിരിക്കണം. ഒരു അരമണിക്കൂർ അറ്റ്ലീസ്റ്റ്, ഏറ്റവും കുറഞ്ഞ എന്ത് ചെയ്യണം, അരമണിക്കൂറെങ്കിലും വായിക്കണം അല്ലേ. കുറച്ച് പേര് വോയിസ് അയച്ചപ്പോൾ മിസ് പറഞ്ഞായിരുന്നു വായിക്കുന്നതൊക്കെ കറക്റ്റായിട്ട് വായിക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്നറിയോ, ഭയങ്കര സ്ലോയിലാണ് വായിക്കുന്നത്. ഇങ്ങനെ ഓരോ വേർഡ് പെറുക്കിയാണ് വായിക്കുന്നത്. നമുക്കങ്ങനെ വായിച്ചാൽ മതിയോ? നമുക്ക് അങ്ങനെ വായിച്ചാൽ പോരാ. നമ്മളിനി അടുത്ത വർഷം ഏത് ക്ലാസ്സിലോട്ട് പോകുക? 4ാം ക്ലാസ്സിലോട്ട് പോകേണ്ട മക്കളാണല്ലേ. 4ാം ക്ലാസ് എന്ന് പറയുന്നത് അത്ര ചെറിയ ക്ലാസ്സാണോ? അല്ല, വലിയ ക്ലാസ്. അപ്പം നമ്മൾ ഇതേപോലെ വായിച്ചാൽ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് മിസ് ഇപ്പോൾ ഇനി എല്ലാവരുടെയും പാരൻസിനെ വിളിച്ച് മിസ് എല്ലാ ദിവസവും ചോദിക്കാൻ പോവാണ്. വായിക്കുന്നുണ്ടോ, ഉമ്മു സൽമ വായിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും, മുബഷിർ വായിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും, മഫിയ വായിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ എല്ലാവരും 3ാം ക്ലാസ്സിലെ എല്ലാവരും വായിക്കുന്നുണ്ടോ എന്ന് മിസ് ചോദിക്കും. അപ്പോൾ പാരൻസ് എന്ത് പറയും, വായിച്ചിട്ടുള്ളവരാണെങ്കിൽ മിസ്സേ വായിക്കുന്നുണ്ടെന്ന് പറയും. ഇല്ലെങ്കിൽ എന്ത് പറയും, മിസ്സേ വായിച്ചിട്ടില്ല എന്ന് പറയും. വായിച്ചിട്ടില്ലെങ്കിൽ മിസ് എന്താ ചെയ്യാന്നറിയോ, മിസ് ഇതേപോലെ വീഡിയോയിൽ ക്ലാസ്സിൽ വരുമല്ലേ. അപ്പോൾ നിങ്ങളുടെ പേരൊക്കെ ഇപ്പോൾ വിളിച്ച് പറയുന്നത് പോലെ മിസ് ഓരോരുത്തരുടെ പേര് വിളിച്ച് പറയും. ഇന്ന ആൾ വായിച്ചിട്ടില്ല കേട്ടോ, പറഞ്ഞാൽ ഒരു വക അനുസരിക്കില്ല എന്ന് വീഡിയോയിൽ കൂടെ പറയാം. അപ്പോൾ ആരൊക്കെ കേൾക്കും, നമ്മുടെ പ്രിൻസിപ്പൽ സാറ് കേൾക്കും, നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാറന്മാർ കേൾക്കും, നമ്മുടെ ടീച്ചേഴ്സ് കേൾക്കും, നിങ്ങളുടെ മെൻറ്റേഴ്സ് കേൾക്കും. അങ്ങനെ യൂട്യൂബ് ആയതുകൊണ്ട് നമ്മുടെ ആൾക്കാർ മൊത്തം എന്ത് ചെയ്യും, ഈ കൊച്ചത്ര അനുസരണയില്ലാത്ത കൊച്ചാണെന്ന് അറിയും. അതുകൊണ്ട് എന്ത് ചെയ്യണം, എല്ലാവരും വായിക്കണം. മിസ് ഇത്രയും പറഞ്ഞതല്ലേ, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വായിക്കൂ. ഇനി തൊട്ട് അരമണിക്കൂർ പോട്ടെ, ആദ്യത്തെ ദിവസങ്ങളല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു 15 മിനിറ്റ് എങ്കിലും എല്ലാവരും എന്ത് ചെയ്തിരിക്കണം, ടെക്സ്റ്റ് ബുക്ക് വായിച്ചിരിക്കണം കേട്ടോ. ഉറപ്പല്ലേ? പ്രോമിസ്? എന്ത് പറഞ്ഞാൽ ഇത്രയൊക്കെ സംസാരിച്ചതെന്നറിയോ? റീഡിങ് ഈസ് ഫൺ എന്നുള്ള നമ്മുടെ ആക്ടിവിറ്റിയുടെ ടൈറ്റിലായിരുന്നു. റീഡിങ് ഈസ് ഫൺ. ആ ടൈറ്റിലിന് എന്താ പറയണേ, അത് ഫണ്ണാണോ എന്ന് ചോദിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇവിടം വരെ എത്തിയത് അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടം വരെ മിസ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരു ഗുണമുണ്ട്. എൻ്റെ മക്കളെല്ലാവരും എന്ത് ചെയ്യും, ഇന്ന് തൊട്ട് വായിക്കാൻ തുടങ്ങും. ഉറപ്പല്ലേ? ഉറപ്പാണ്, എല്ലാവരും പ്രോമിസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ റീഡിങ് ഈസ് ഫൺ. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വൈ ഈസ് ദ ചൈൽഡ് ഇൻ ദ പോയം ഹാപ്പി? നമ്മളുടെ പോയത്തിലൊരു ചൈൽഡ് ഉണ്ടല്ലേ, നമ്മുടെ പ്രായത്തിലുള്ള ഒരു കൊച്ചുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ കുട്ടി എന്തുകൊണ്ടാണ് ഹാപ്പി ആയിട്ടിരിക്കുന്നത്? വൈ, എന്തുകൊണ്ട് ഇസ് ദ ചൈൽഡ് ഇൻ ദ പോയം, പോയത്തിലെ കുട്ടി ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു? എന്തുകൊണ്ടാണ് അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നത്? എന്താ കാര്യം? അതെന്തായിരിക്കും? അത് രാവിലെ എഴുന്നേറ്റ് കിളികളുടെ കൂടെയും എന്താ പറയുക, ബേർഡ്സിൻ്റെയും ട്രീസിൻ്റെയും പിന്നെ ലിറ്റിൽ വിൻസിൻ്റെയും സ്കൈയുടെയും സണ്ണിൻ്റെയും ബീസിൻ്റെയും ഗ്രാസിൻ്റെ ഒക്കെ കൂടെ എന്ത് ചെയ്യാൻ പോകുന്നതുകൊണ്ടായിരിക്കും? കളിക്കാൻ പോകുന്നതുകൊണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ദ ചൈൽഡ് ഇൻ ദ പോയം ഈസ് ഹാപ്പി ബിക്കോസ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? ബിക്കോസ് എന്ന് പറയണം. BECAUSE, ബിക്കോസ്. ബിക്കോസ് എന്ന് വെച്ചാൽ കാരണം. എന്താ കാരണം എന്ന് നമ്മൾ പറയാൻ പോവുകയാണല്ലേ. അപ്പോൾ ദ ചൈൽഡ് ഇൻ ദ പോയം ഈസ് ഹാപ്പി ബിക്കോസ്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വൈ ഡിഡ് ദ ചൈൽഡ് ഇൻ ദ പോയം ഈസ് ഹാപ്പി. അപ്പോൾ എന്താ നമ്മൾ എങ്ങനെ എഴുതും? ദ ചൈൽഡ് ഇൻ ദ പോയം ഈസ് ഹാപ്പി ബിക്കോസ് എന്താ? ഷീ വിൽ വേക്ക് അപ്പ് ഏർലി ആൻഡ് പ്ലേ വിത്ത്
ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ആരൊക്കെയാ? സ്കൈ, സൺ, അങ്ങനെ തുടങ്ങുന്ന ബീസ് വരെയുള്ളത്. അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ മിസ്സ് പറഞ്ഞു. മിസ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ബാക്കി രണ്ടിൻ്റെ ആൻസർ എന്ത് ചെയ്യില്ല, മിസ്സ് പറഞ്ഞു തരത്തില്ല. ക്വസ്റ്റ്യൻ്റെ മീനിങ് മാത്രമേ പറഞ്ഞു തരുള്ളൂ. പക്ഷേ മിസ്സ് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം എന്താ? എൻ്റെ മക്കൾ ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നതാണല്ലേ, എല്ലാവർക്കും അറിയാം. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു ഹൂം ഡസ് എ ചൈൽഡ് സേ ഗുഡ് മോർണിംഗ്? ആർക്കൊക്കെയാണ് കുട്ടി ഗുഡ് മോർണിംഗ് പറയുന്നത്? ടു ഹൂം, ആർക്കൊക്കെയാണ് കൊച്ചു ഗുഡ് മോർണിംഗ് പറയുന്നത്? യെസ്, വി നോ ദ ആൻസർ, റൈറ്റ്? ആൻഡ് ദ തേർഡ് ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ഡസ് ദ ചൈൽഡ് വാണ്ട് ടു ഡു? എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഈ കുട്ടി ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലേ. ഷീ വാണ്ട്സ് ടു ഡു സംതിങ്. എന്താണ്? എന്തോ ഒരു കാര്യം ചെയ്യാൻ ഈ കൊച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട്, ഈ സണ്ണിൻ്റെ അടുത്തും സ്കൈയുടെ അടുത്തും ഒക്കെ പറയുന്നുണ്ട്, ഞാനൊരു കാര്യം ചെയ്യാൻ നിങ്ങളുടെ കൂടെ വരുവാണെന്ന് പറയുന്നുണ്ട്. യെസ്, അതാണ് ആൻസർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 1, 2, 3 പേജ് നമ്പർ 2 ആണ്. ടെക്സ്റ്റ് കിട്ടാത്തവർക്ക് മിസ്സ് അതിൻ്റെ ഫോട്ടോ, ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഫോട്ടോ എവിടെ ഉണ്ടാവും നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അപ്പോൾ എല്ലാവരും എഴുതുമല്ലോ. എഴുതുകയും ചെയ്യണം. പിന്നെ മിസ്സ് എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞത്? റീഡ്, വായിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും വായിക്കുമെന്ന വിശ്വാസത്തിൽ മിസ്സ് ക്ലാസ് നിർത്തുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.